ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ആനുവൽ എക്സാം അഥവാ മക്കളുടെ വാർഷിക പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. അപ്പോൾ എല്ലാ മക്കളും റെഡിയാണല്ലോ. നമ്മൾ എക്സാമിനായിട്ട് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മക്കളെല്ലാവരും ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി ഏതെങ്കിലും കൂട്ടുകാർ കാണാത്തതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ കാണാം. നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ വാർഷിക പരീക്ഷ അഥവാ ആനുവൽ എക്സാമിന് കൂട്ടുകാർക്ക് ഉണ്ടാവുന്ന ഒരു പരീക്ഷയാണ് ഇൻറ്റഗ്രേഷൻ ഡേ 1 അല്ലേ, അഥവാ ഉത്കൃതനം ദിവസം 1, അതുപോലെ ദിവസം 2 അല്ലേ, ഡേ 2 എന്ന് പറയുന്ന എക്സാം. അപ്പോൾ കൂട്ടുകാർക്കറിയാം ആ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് മലയാളവും EVSുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക അല്ലേ. അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ കേരള പാഠാവലി എന്ന് പറയുന്ന ടെക്സ്റ്റ് പുസ്തകവുമായി ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ 2 ദിവസവും നമുക്ക് എക്സാമിന് ഉണ്ടായിരിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മക്കളെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യത്തിലോട്ട് പോവാം. നോക്കിക്കേ, കളിക്കാം ജയിക്കാം എന്നതാണ് നമുക്ക് ആദ്യമുള്ളൊരു പ്രവർത്തനം വരുന്നത് കേട്ടോ. നോക്കിക്കേ മക്കളെ, അവിടെ ഒരുപാട് ജീവികൾ എന്ത് ചെയ്യാണ്, അവർ ഇനി കുറച്ച് നേരം മാഞ്ചോട്ടിൽ കളിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ആരൊക്കെയാണുള്ളത്? സിംഹവും പാമ്പും മുയലും ആമയും കുരങ്ങച്ചനും, അങ്ങനെ ഒത്തിരി പേരുണ്ട് അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ മുയൽ പറയാണ്, എങ്കിൽ നമുക്ക് ഓട്ട മത്സരം നടത്തിയാലോ എന്നാണ് ആര് പറഞ്ഞത്? മുയലച്ചൻ പറഞ്ഞത് അല്ലേ. അപ്പം അത് കേട്ടതും ആമ പറയാണ്, നിന്നോടൊപ്പം ഞാനില്ല എന്ന് പറഞ്ഞു അല്ലേ. ഉറുമ്പുകളും എന്ത് പറഞ്ഞു? ഞങ്ങളുമില്ല, നീ വേഗത്തിൽ ഓടൂലേ, അതുകൊണ്ട് ഞങ്ങൾ നിന്നോടൊപ്പം ഓട്ട മത്സരത്തിനില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ കുരങ്ങച്ചൻ അവിടെ ഒരു അഭിപ്രായം പറഞ്ഞത്. എന്ത്? എങ്കിൽ ഓരോ കൂട്ടത്തിനായി ഓരോ മത്സരം നടത്താമെന്ന് പറഞ്ഞു. അതായത് വേഗത്തിൽ ഓടിയും നടന്നൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരു മത്സരം, അതുപോലെ പറന്ന് പോകുന്ന ആൾക്കാർക്ക് മറ്റൊരു മത്സരം, ഇഴഞ്ഞു പോകുന്ന ആളുകൾക്കാണെങ്കിൽ മറ്റൊരു മത്സരം അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഓരോ കൂട്ടർക്കും ഓരോരോ മത്സരം നടത്താം എന്ന് ആര് പറയാണ്? നമ്മുടെ കുരങ്ങച്ചൻ പറയാണല്ലേ. ഓക്കെ, അപ്പോൾ ചോദ്യം മനസ്സിലായോ? ചോദ്യം ഇതാണ്, ആ തന്നിട്ടുള്ള ജീവികളെ മക്കൾ എന്ത് ചെയ്യണം? കൂട്ടങ്ങളാക്കണം. ഒന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് പറക്കുന്നവ. പിന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് മക്കളെ ജീവികളെ കൂട്ടങ്ങളാക്കാൻ പറ്റുക? ഇഴയുന്നവ എന്നും അതുപോലെ തന്നെ നടക്കുന്നവ എന്നും നമുക്ക് കൂട്ടങ്ങളാക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മുന്നേ ഒരു വർഷം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് മിസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? തന്നിട്ടുള്ള ജീവികളെ ക്ലാസിഫൈ ചെയ്ത് എഴുതാം. നോക്കിക്കേ മക്കളെ, ഇവിടെ പറക്കുന്നവയിൽ നമുക്ക് തത്ത, കുരുവി, കാക്ക, പ്രാവ് തുടങ്ങിയിട്ടുള്ള പക്ഷികളുടെ പേരുകളെല്ലാം ഉൾപ്പെടുത്താം അല്ലേ. അതുപോലെ ഇഴയുന്നവയിൽ നമുക്ക് പാമ്പ്, പഴുതാര, ആമയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. നടക്കുന്നവർക്ക് നമുക്ക് സിംഹം, മാന്, മുയൽ തുടങ്ങിയിട്ടുള്ള ജീവികളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പം മിസ്സ് പറഞ്ഞത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് എഴുതാനൊക്കെ കുറച്ച് പ്രയാസമുള്ള മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മക്കൾ എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞ സമയത്താണ് മിസ്സിന് മറ്റൊരു കാര്യം ഓർമ്മയുള്ളത്. നമ്മൾ അടുത്ത വർഷം വെക്കേഷൻ ആവുന്ന സമയത്ത് കൂട്ടുകാർക്ക് എഴുതാനും വായിക്കാനൊക്കെ കുറച്ച് പ്രയാസമുള്ള കൂട്ടുകാർക്കാണെങ്കിൽ നമ്മൾ അതിനുള്ള ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ ഫീസിലാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രയാസമുള്ള ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ മിസ് ക്ലാസ്സിൻ്റെ വഴിയെ പറയുന്നതാണ്. ഓക്കെ മക്കളെ, അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്ക് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും വെറും 100 രൂപ മാത്രമാണ് മന്ത്ലി ഫീസ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളായിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ജീവികളെ കൂട്ടങ്ങളാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് ചെറിയൊരു ബോക്സിൽ എഴുതാനുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് മക്കൾക്ക് മനസ്സിലായിട്ടുള്ളത്? നമ്മളിപ്പം ജീവികളെ പറന്ന് നടക്കുന്നവർ, അതുപോലെ നടക്കുന്നവർ, ഇഴഞ്ഞു നീങ്ങുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തരംതിരിച്ചതില്ലേ. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ ജീവികളും ഒരേപോലെയല്ല സഞ്ചരിക്കുന്നത് അല്ലേ. ഓരോ ജീവികളുടെയും സഞ്ചാര രീതി വ്യത്യസ്തമാണ് എന്ന് മനസ്സിലായില്ലേ മക്കളെ. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് മക്കൾ അവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ക്ലിയർ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇന്ന് തന്നെ മക്കൾ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗം പഠിച്ചിട്ടിരിക്കുക. ഓക്കെ, മിസ് നേരത്തെ പറഞ്ഞ കാര്യത്തിലോട്ട് പോവുകയാണ്. നമ്മുടെ കോൺടാക്റ്റ് നമ്പർ മിസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓൺലൈൻ ട്യൂഷന് നമ്മൾ നെക്സ്റ്റ് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ജോയിൻ ചെയ്യുന്ന, അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്കായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുക. മന്ത്ലി വെറും 100 രൂപ മാത്രമാണ് നിങ്ങളുടെ ട്യൂഷന് ഫീ വരുന്നത് കേട്ടോ. മക്കളുടെ
ടെക്സ്റ്റ് ബുക്ക്, അതായത് നിങ്ങളുടെ സിലബസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകളാണ് മക്കൾക്ക് വേണ്ടതെങ്കിൽ അത് അവൈലബിൾ ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിലെ ഗ്രാമർ പരിചയപ്പെടാനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് വായനയും എഴുത്തൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടാനാണ് മക്കൾക്ക് വേണ്ടതെങ്കിൽ ആ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, മക്കൾക്ക് എഴുതാനും വായിക്കാനൊക്കെ കുറച്ച് പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനുള്ള ബേസ് ആയിട്ടുള്ള മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും മന്ത്ലി വെറും 100 രൂപയാണ് ഫീ വരുന്നത്. അപ്പോൾ അത് ഓർക്ക് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്ക് മാത്രമായിരിക്കും ആ ഒരു ഓഫർ ഉണ്ടായിരിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, നമ്മുടെ ആപ്പിലായിരിക്കും മക്കൾ ക്ലാസ് ഉണ്ടായിരിക്കുക. റെക്കോർഡഡ് ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലും ക്വിസസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. ആഹാരത്തിലൂടെ ആരോഗ്യം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കൊരു വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മിസ് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നോക്കിക്കേ മക്കളെ, ആരോഗ്യത്തോടെ വളരാനും പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി ലഭിക്കാനും ആഹാരത്തിൽ വേണ്ടതെല്ലാം ഉൾപ്പെടുത്തണം. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ലാവണ്യ ഓർത്തു. താഴെ തന്നിരിക്കുന്ന ആഹാര വസ്തുക്കൾ തരംതിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, അപ്പോൾ എന്താണ്, നമുക്ക് അവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ. ധാന്യങ്ങൾ എന്നൊരു കോളത്ത് തന്നിട്ടുണ്ട്, ഇലക്കറികൾ എന്ന് തന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ പപ്പായ അതുപോലെ തന്നെ പാവയ്ക്ക എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞത് എന്താണ്, ആരോഗ്യത്തോടെ വളരാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രവൃത്തി ചെയ്യാനുള്ള ശക്തിയൊക്കെ ലഭിക്കാനായിട്ട് നമ്മൾ ആഹാരത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണം അല്ലേ. ഓക്കെ, അപ്പം ആഹാര വസ്തുക്കളെ നമ്മൾ പലതരത്തിലുള്ള ആഹാര വസ്തുക്കളാണ് കഴിക്കാറുള്ളത് അല്ലേ. കൂട്ടുകാർക്ക് കുറച്ചുകൂടി ഒരു ക്ലിയർ ആവാനായിട്ട് നമുക്ക് അവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചിത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് കൂട്ടുകാർക്ക് ഈസി ആയിട്ട് ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആഹാര വസ്തുക്കളെ നമ്മൾ തരംതിരിക്കണം. ഒന്ന് നമുക്കറിയാലേ, ആഹാര വസ്തുക്കളെ നമ്മൾ ധാന്യങ്ങളെന്നും പിന്നെ അതുപോലെ തന്നെ പഴങ്ങളെന്നും പച്ചക്കറികളെന്നും ഇലക്കറികൾ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, തരംതിരിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് മക്കളെ. മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. നമുക്ക് മിസ് പറഞ്ഞല്ലോ, ഒരു വർഷം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറിന് മിസ് എടുത്തിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത് മിസ് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എഴുതാനൊക്കെ പ്രയാസമുള്ള മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എഴുതി തന്നെ പഠിക്കുക. കാര്യം ഇതൊക്കെ നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 2 ദിവസത്തിലായിട്ട് നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം, 1-ാം ദിവസം ചോദിച്ചിട്ടില്ലെങ്കിൽ കൂട്ടുകാർക്ക് 2-ാം ദിവസമെങ്കിലും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇവയുടെ പേരുകളൊക്കെ എഴുതാം. നമുക്ക് അവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട് അല്ലേ കുറേ കാര്യങ്ങൾ, പാവയ്ക്കയും അതുപോലെ തന്നെ നമ്മുടെ അരി, പിന്നെ ചീര, അതുപോലെ തന്നെ ചോളമൊക്കെ നമുക്ക് അവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. അതൊക്കെ ഏകദേശം നമുക്ക് കണ്ടാൽ തന്നെ ഈ ഒരു പട്ടിക നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കിക്കേ മക്കളെ, ധാന്യങ്ങളിൽ നമുക്ക് 2 എണ്ണം എഴുതാനായിട്ട് ചോദിച്ചിട്ടുള്ളൂ. മിസ് ഓരോന്നിലും 3 എണ്ണത്തിൻ്റെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മക്കൾ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു 3 എണ്ണത്തിൻ്റെ പേരുകളെങ്കിലും മക്കൾ എഴുതി പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ധാന്യങ്ങളിൽ നമുക്ക് അരി, ചോളം, ഗോതമ്പ് ഒക്കെ എഴുതാം അല്ലേ. പിന്നെ പഴങ്ങളിൽ പപ്പായ, അതുപോലെ തന്നെ പഴം, മാങ്ങയൊക്കെ എഴുതാം. പിന്നെയും ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, മക്കൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ദെൻ ഇലക്കറികളിൽ ചീര, മുരിങ്ങയില, അതുപോലെ തന്നെ മത്തനില എഴുതാം. പച്ചക്കറികളിൽ പാവയ്ക്ക, തക്കാളി, വഴുതന, വെണ്ട, ഉള്ളി തുടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ പേരുകളൊക്കെ എഴുതാവുന്നതാണ്. അപ്പം എഴുതി തന്നെ മക്കൾ പഠിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലോട്ട് പോകാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതും മിസ് മുൻവർഷ ചോദ്യപേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നോക്കിയേ മക്കളെ, വരച്ച് യോജിപ്പിക്കാം എന്നതാണ്. ലാവണ്യയുടെ പുസ്തകത്തിലെ ചിത്രത്തിന് അനുയോജ്യമായ സൂചനകൾ കളങ്ങളിൽ നിന്ന് കണ്ടെത്തി വരച്ച് ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, അപ്പോൾ ഇത് നമുക്ക് റോഡ് നിയമങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും മോഡലിൽ നമുക്ക് ഇത്തരത്തിൽ ചോദ്യം വരാവുന്നതാണ്. റോഡ് നിയമങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാവുന്നതാണ്. അത് നമുക്ക് ചിത്രങ്ങൾ നോക്കാം അല്ലേ. ഫസ്റ്റ് വൺ നമുക്കറിയാം, ട്രാഫിക് സിഗ്നലിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. പിന്നെന്താണ്, സീബ്ര ക്രോസിങ്ങിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈക്കിളിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് റോഡിലൊക്കെ കാണാവുന്ന ഒരു സിഗ്നലാണല്ലോ. എന്താണ് മക്കളെ ഇത്, 2 കുട്ടികൾ ബാഗൊക്കെ പിടിച്ചുകൊണ്ട് എന്താണത്, യെസ് സ്കൂൾ അടുത്തുണ്ട് എന്നതിന് ഉള്ള ഒരു സൈനാണ് ആ ഒരു ബോർഡ് അല്ലേ. ഓക്കെ, ഇനി നോക്കിക്കേ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, സൈഡിൽ തന്നിട്ടുള്ള ഓരോ സൂചനകളും വായിച്ച് നോക്കാം. അത് ഏത് ചിത്രത്തിനാണ് യോജിക്കുന്നതെന്ന് വെച്ചാൽ മക്കൾ അവിടേക്ക് വരച്ച് ചേർക്കുക കേട്ടോ. ഓക്കെ, നോക്കിക്കേ മക്കളെ,
ഫസ്റ്റ് വൺ എന്താണ്? ശ്രദ്ധിക്കുക, ആശുപത്രി അടുത്തുണ്ട് എന്നാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, ആ ഒരു ചിത്രം നമുക്ക് അതിലില്ല. ആശുപത്രി അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സൈനാണ് മക്കളെ തരിക? ആ ഒരു കട്ടിലിൻ്റെ ഒരു ചിത്രം തന്നിട്ട് അതുപോലെ അതിലെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ടായിരിക്കും അല്ലേ, ഒരു പ്ലസ് ഐക്കൺ ഉണ്ടായിരിക്കും, അതുപോലെയാണ്. അപ്പോൾ ഇവിടെ നമുക്കതില്ല. അടുത്തത് നിർത്തുക, തയ്യാറാവുക, പോവുക, അതേതാണ് മക്കളെ? യെസ്, അത് ട്രാഫിക് സിഗ്നലിലോട്ട് വരയ്ക്കാവുന്നതാണ് അല്ലേ. ഇനി അടുത്ത നോക്കിക്കേ മക്കളെ, വായുവിലൂടെ സഞ്ചരിക്കുന്ന എനിക്ക് ഇന്ധനം ആവശ്യമാണ്. വായുവിലൂടെ സഞ്ചരിക്കുന്ന എനിക്ക് ഇന്ധനം ആവശ്യമാണ്. അതെന്തിലേക്കാണ് വരിക? വിമാനത്തിലേക്കാണ് വരിക അല്ലേ. അപ്പോൾ അത് നമുക്ക് അവിടെ ഇല്ല ചിത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ മക്കൾ അതിലേക്ക് ചേർക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഇരുചക്രമുള്ള എനിക്ക് ഇന്ധനം ആവശ്യമില്ല. അത് നമുക്ക് എന്തിലോട്ട് വരയ്ക്കാം? സൈക്കിളിലോട്ട് വരയ്ക്കാം. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ മക്കളെ, ശ്രദ്ധിക്കുക, സ്കൂൾ അടുത്തുണ്ട് അല്ലേ. അതേതാണ്? ഇതാണ്. പിന്നെ അതുപോലെ കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായ റോഡ് മുറിച്ച് കടക്കാനുള്ള ഇടം, അതേതാണ് മക്കളെ? സീബ്ര ക്രോസിംഗ് ആണ്. ഓക്കെ, പിന്നെ ആശുപത്രിയുടെ മിസ് പറഞ്ഞല്ലോ, ഒരു പ്ലസ് ഐക്കൺ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ബെഡിൻ്റെ ചിത്രമായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. അതാണ് എന്ത്? ആശുപത്രിയുടേത് ഉണ്ടാവുക. അതുപോലെ തന്നെ വിമാനത്തിൻ്റെ ചിത്രമായിരിക്കും ഇതിലുണ്ടായിരിക്കുക അല്ലേ. ഞാൻ വായുവിലൂടെ സഞ്ചരിക്കുന്നതാണ്, എനിക്ക് എന്ത് വേണ്ട? എനിക്ക് ഇന്ധനം ആവശ്യമാണ്, ഞാൻ വായുവിലൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ് അല്ലേ. ഏതാണ്? വിമാനം. ക്ലിയർ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ട്രാഫിക് സിഗ്നൽ ഏതാണ്? നിർത്തുക, തയ്യാറാവുക, പോവുക. നിർത്തുക എന്നതിൻ്റെ സൈൻ ഏതാണ് മക്കളെ? ഏതാണ് വരിക? പച്ചയാണ് വരിക അല്ലേ, പച്ച വരും. പിന്നെ നിർത്തുക എന്നതിൻ്റെ ഏതാണ്? നിർത്താൻ ഏതാണ്? റെഡാണ് അല്ലേ, ചുവപ്പാണ് വരുന്നത്. നിർത്താൻ റെഡാണ്. പച്ച എന്തിനാണ്? യെസ്, പോവാനാണ് അല്ലേ. മഞ്ഞ എന്തിനാണ് മക്കളെ? തയ്യാറാവാനാണ്. എന്ത്? മഞ്ഞ. ഗ്രീനായ നമുക്ക് എന്ത് ചെയ്യാം? പോവാം അല്ലേ, വാഹനങ്ങൾക്ക് പോവാം. അപ്പോൾ അത് മക്കൾ ഓർത്തിരിക്കുക. ചിലപ്പോൾ നമുക്കിതുപോലെ ഒരു ട്രാഫിക് സിഗ്നൽ ചിലപ്പം വരയ്ക്കാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ കളർ കൊടുക്കുക. ഒരിക്കൽ കൂടി ഓർക്കുക, റെഡ് ആണെങ്കിൽ, ചുവപ്പാണെങ്കിൽ എന്താണ്? നിർത്താനാണ്. തയ്യാറാവാൻ ഏതാണ് മക്കളെ? യെല്ലോ ആണ് തയ്യാറാവാനായിട്ട്. ഗ്രീൻ ആണെങ്കിൽ, പച്ച നിറം ഏതാണെങ്കിൽ എന്താണ്? പോവാൻ വേണ്ടിയിട്ടാണല്ലോ, അത് ഓർത്തിരിക്കുക. പിന്നെ ഈ ഒരു ചിത്രം ഇതെന്താണ് എന്നുള്ളത് കേട്ടോ. എന്താണ് ആ വര? സീബ്ര ക്രോസിംഗ് ആണല്ലേ, സീബ്ര വരയാണ്. അത് മക്കൾ പേരൊക്കെ എഴുതാനായിട്ട് പഠിക്കും. ചിലപ്പം ചിത്രം തന്നിട്ട് അത് എന്താ എന്നുള്ളത് നമുക്ക് ചോദിക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈൻ സിഗ്നൽ അതേതാണ്? സ്കൂൾ അടുത്തുണ്ട് എന്നതിൻ്റെ ഒരു സിഗ്നൽ ബോർഡാണ് അല്ലേ. അതും മക്കൾ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. അന്നത് മനസ്സിലായല്ലോ മക്കളെ. അപ്പോൾ ഇതെല്ലാം ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 3 നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോ ചോദ്യം വരുന്നതും 5 മാർക്കിനായിരിക്കും മക്കൾക്ക് എക്സാമിന് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ 15 മാർക്കിനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. പിന്നെ മുന്നേ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളൊക്കെ മക്കൾ പഠിക്കുക. മിസ്സ് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എക്സാമിന് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം മിസ്സ് സെലക്ട് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അതെന്താണ്? നമുക്ക് എക്സാമിന് ഇപ്രാവശ്യം എക്സാമിന് അതേ മോഡലിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക. അതുകൊണ്ടാണ് മിസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക? മറ്റൊരു സബ്ജക്റ്റ് ഇതുപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. 8589823710 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. വളരെ കുറഞ്ഞ ഫീസിൽ എല്ലാവർക്കും ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ വേഗം തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.